രാവിലെ തന്നെ ജോസുവിനെ കുത്തിപ്പൊക്കി പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിയാട്ടോ. വെളുപ്പിനെ എണീക്കാൻ നല്ല മടിച്ചാണ് ഇവള്. വായങ്ങും പൊളിച്ചു വിടുന്ന കണ്ടില്ലേ. രാവിലെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന കാര്യം പറഞ്ഞാൽ പിന്നെ എന്നാ പോയേക്കാം എന്നൊക്കെ പറഞ്ഞാണ് തലേ ദിവസം കിടന്ന് ഉറങ്ങാൻ പോകുന്നത് കേട്ടോ. എന്നാൽ രാവിലെ ചെന്ന് വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ഉച്ചയ്ക്ക് പോകാം വൈകിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ആള് ഒന്ന് മടി പിടിക്കും. ഇത് ഇവളുടെ കുഞ്ഞുനാൾ തൊട്ടേ ഉള്ളൊരു ശീലമാണ്. എൻ്റെ ഫോൺ കൈ കിട്ടി കഴിഞ്ഞാൽ ഇതുപോലെ മുറ്റത്തൂടെയും പറമ്പിക്കൂടെ എല്ലാം നടന്നുള്ള കാടും പടലയും പൂവും കായും എല്ലാം എടുത്ത് വെക്കും. എന്നിട്ട് അത് കുത്തിയിരുന്ന് ഡിലീറ്റ് ചെയ്യലാണ് എൻ്റെ പരിപാടി. ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും കടലക്കറിയായിരുന്നു കേട്ടോ. കാപ്പൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഉച്ചയ്ക്കത്തെ ഊണിന് 2 കറി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ബീൻസ് മെഴുക്ക് വരട്ടിയും പിന്നെ മോര് കുമ്പളങ്ങയല്ല വെള്ളരിക്കയിട്ട് കാച്ചിയതും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇങ്ങനെ കേട്ടോ മെഴുക്ക് വരട്ടി ഉണ്ടാക്കുന്നത്. ഇത് രണ്ടും എനിക്ക് നല്ല ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു സാറ്റർഡേ മോർണിംഗ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് നോൺ വെജ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മളൊരു മൂവിക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോക കാണാൻ പോവാണ്. ഞാൻ കണ്ടില്ലായിരുന്നു, പക്ഷേ ഇവള് വന്നപ്പം ഫ്രണ്ട്സിൻ്റെ കൂടെ കണ്ടിട്ടാണ് വന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തൊട്ട് എന്നെയും കൊണ്ട് കാണിക്കണം, ഞാൻ കാണണം, നമുക്കൊന്നുകൂടെ കാണാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ എന്നെ നിർബന്ധിക്കുകയാണ് വന്ന ദിവസം തൊട്ട്. അപ്പോൾ ഇന്നെന്തായാലും പോയി കണ്ടേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ 2:30 ഷോ ആയിരുന്നു ബുക്ക് ചെയ്തത്. ലോക കാണാൻ പോകുന്നതിനെ പറ്റി ഞാൻ അങ്ങനെ ചിന്തിച്ചില്ലായിരുന്നു കേട്ടോ. ഇവള് പറഞ്ഞപ്പോഴാണ് എന്നാൽ പോയേക്കാം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയത്. പണ്ടത്തെ പോലെ മൂവി എങ്ങനെ പോയി കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല. മുമ്പായിരുന്നെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ മൂവീസും ഇങ്ങനെ തിയേറ്ററിൽ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മൂവി കണ്ടിറങ്ങി. വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇന്ന് എല്ലാവരും കണ്ടു കഴിഞ്ഞ് കാണുമായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ലോക ചാപ്റ്റർ 1 ചന്ദ്ര റിവ്യൂ ഞങ്ങൾ പറയുന്നില്ല, ചാത്തന്മാർ വരട്ടെ. ഞങ്ങൾ വണ്ടിയിലിരുന്ന് മൂവിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു കേട്ടോ. പക്ഷേ ഒന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ് കേട്ടോ.